Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു സി സി ബാങ്ക്. എൻ്റെ പേര് ആര്യ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജി കെ പോർഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഹിസ്റ്ററി ഏരിയയിൽ പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് മുമ്പായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ സി സി ലേണിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോർ അതുപോലെ തന്നെ ആപ്പ് സ്റ്റോർ എന്നിവയിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ ഡെയിലി ഫ്രീ ക്വിസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PDF, അതുപോലെ റാങ്ക് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അതുപോലെ നമുക്കറിയാം, നമ്മുടെ CSEBയിലെ പകുതി റാങ്കുകളും നമ്മുടെ CCക്ക് സ്വന്തമാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ നമ്മൾ 2 കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. അതിനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് മോളിൽ കാണുന്ന ഈ നമ്പറിൽ 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം GK എത്ര മാർക്കാണ് വെയിറ്റേജ് വരുന്നത്? 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ആ ഏരിയയിൽ നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ അധികം ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ച് കാണാറ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് സോഷ്യൽ റീഫോമർ played a significant role in inspiring the Chanar community to fight for the right to wear upper garments? അപ്പോൾ അപ്പർ ഗാർമെന്റ്സ് ധരിക്കുവാനുള്ള ഒരു അവകാശം ആർക്കുണ്ടായിരുന്നില്ല? ചാന്നാർ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല, നമുക്കറിയാലോ. അപ്പോൾ ഈ ചാന്നാർ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകളോട് ഇതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്ത അല്ലെങ്കിൽ പ്രേരിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ശ്രീനാരായണ ഗുരു, അയ്യ വൈകുണ്ഠ സ്വാമികൾ, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ഇതിൽ ഏത് നവോത്ഥാന നായകനാണ് അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓർത്തിരിക്കുക, ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികളാണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ, മാറിപ്പോവരുത്. അയ്യ വൈകുണ്ഠ സ്വാമികളാണ് ചാന്നാർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളോട് ഇതിനെതിരെ ഒരു സമരം ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്തത്, അല്ലെങ്കിൽ അവർക്കൊരു പ്രേരണയായത് ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികളാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 1859 who was the Maharaja of Travancore who issued the final royal proclamation granting Chanar women the right to cover their chest? അപ്പോൾ മാറുമറയ്ക്കുവാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഏത് നടന്നത്? ചാന്നാർ സമരം നടന്നത്. നമ്മൾ കണ്ടു, അയ്യ വൈകുണ്ഠ സ്വാമികളാണ് പ്രേരണ നൽകിയത്, അവർക്കൊരു ഇൻസ്പിറേഷൻ ആയത് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ സമരമൊക്കെ നയിച്ചതിന് ശേഷം എന്ത് പുറപ്പെടുവിപ്പിച്ചു? ഒരു പ്രൊക്ലമേഷൻ, ഒരു വിളംബരം പുറപ്പെടുവിപ്പിച്ചു. അതായത് നമ്മുടെ മാറുമറയ്ക്കുവാനുള്ള ഒരു അവകാശം നൽകപ്പെട്ടു. ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ഇത്തരമൊരു അവകാശ പ്രഖ്യാപനം ഉണ്ടായത്, അല്ലെങ്കിൽ ഇത്തരമൊരു വിളംബരം ഉണ്ടായത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർക്കുക, ഏതൊക്കെയാണ് ഓപ്ഷൻസ്? സ്വാതി തിരുനാൾ, ആയില്യം തിരുനാൾ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ശ്രീമൂലം തിരുനാൾ. ആരാണ്? ഓർത്തിരിക്കുക, ആരുടെ കാലത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ് വരുന്നത്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് 1859 ഇത്തരത്തിലുള്ള ഒരു വിളംബരം പുറപ്പെടുവിപ്പിച്ചത്. ഇനി നമുക്ക് ചാന്നാർ ലഹളയെ കുറിച്ചിട്ട് ഒന്ന് നോക്കിപ്പോ. ചാന്നാർ റിവോൾട്ട് എന്നാണ് നടന്നത് എന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക, എന്നാണ്? 1859 എന്ന് ഓർക്കുക കേട്ടോ. 1859 ഏത് നടന്നത്? ചാന്നാർ റിവോൾട്ട് നടന്നത്. ദ പ്രൊട്ടസ്റ്റ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ട്രാവൻകൂർ ഡിമാൻഡിങ് ദ റൈറ്റ് ടു കവർ ദ അപ്പർ ബോഡി. ചാന്നാർ റിവോൾട്ടിന്റെ കാരണം അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്തായിരുന്നു? അവർക്ക് അപ്പർ ബോഡി കവർ ചെയ്യുവാനുള്ള ഒരു അവകാശം ലഭിക്കുക എന്നുള്ളതായിരുന്നു. അത് എവിടെയാണ് നടന്നത് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. എവിടെയാണ്? ട്രാവൻകൂറിലാണ് എന്ന കാര്യം ഓർക്കുക. ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1859 എന്ന കാര്യം കൂടെ പഠിച്ചു വെച്ചോളൂ കേട്ടോ.
അതുപോലെ അനദർ നെയിം ഫോർ ദ മേൽമുണ്ട് കലാപം. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരും എന്താണ്? മേൽമുണ്ട് കലാപം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ചാന്നാർ റിവോൾട്ട് ആണ് എന്ന കാര്യം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? 1859 ആരംഭിച്ചത് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇതിന് പ്രേരണയായത് ആരാണ്? അയ്യ വൈകുണ്ഠസ്വാമികളാണ് എന്ന് പഠിച്ചു വെക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞു ഇതറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മേൽമുണ്ട് കലാപം എന്ന പേരിലാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. എടുത്തു നോക്കിയേ, ദ ഇയർ ദ ചാനാർ റിവോൾട്ട് ടുക്ക് പ്ലേസ്. നമ്മൾ പറഞ്ഞു എവിടെയാണ് നടന്നത്? ട്രാവൻകൂറിലാണ് നടന്നത്. ഏത് വർഷമാണ് നടന്നത്? 1859 നടന്നതും എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ ദ ഡേറ്റ് ഓൺ വിച്ച് പെർമിഷൻ വാസ് ഗ്രാൻഡഡ് ഫോർ വിമൺ ഓഫ് ഓൾ കാസ്റ്റ് ടു വെയർ അപ്പർ ഗാർമെന്റ്സ്. അപ്പൊ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കുവാനുള്ള ഒരു അവകാശം നൽകിയത് എന്നാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് ഓർത്തിരിക്കുക. ജൂലൈ 26, 1859 എന്ന കാര്യം ഓർക്കുക കേട്ടോ. ജൂലൈ 26, 1859. ദി കിങ് ഓഫ് ട്രാവൻകൂർ ഹു ഗ്രാൻഡഡ് ദിസ് പെർമിഷൻ. ആരാണ് ഈ പെർമിഷൻ നൽകിയത്? നമ്മൾ കണ്ടു. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഈ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ത് ചെയ്യുക? നമ്മൾ ഓർത്തു വെക്കുക. ആദ്യം നമ്മൾ പറഞ്ഞു ഇയർ പറഞ്ഞു. അതുപോലെ ഏത് നവോത്ഥാന നായകനാണ് പ്രേരണയായത് എന്ന് കണ്ടു. അതുപോലെ ഏത് മഹാരാജാവാണ് വിളംബരം പുറപ്പെടുവിപ്പിച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായി നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പുന്നപ്ര വയലാർ റിവോൾട്ട് ടുക്ക് പ്ലേസ് ഇൻ 1946 അഗെയിൻസ്റ്റ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വിച്ച് ദിവാൻ ഓഫ് ട്രാവൻകൂർ. അപ്പൊ ഇത് എവിടെ നടന്നതാണ്? ട്രാവൻകൂർ റിലേറ്റഡ് ആണ്, ഓർത്തിരിക്കുക. ദ പുന്നപ്ര വയലാർ റിവോൾട്ട് നടന്ന വർഷം എന്താണ്? ഓർത്തിരിക്കുക. 1946 നടന്നത് അല്ലെ. എന്താണ്? 1946 നടന്നത്. ഏത് ദിവാനെതിരെയാണ് നടന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കിയേ. വേലുത്തമ്പി ദളവ, CP രാമസ്വാമി അയ്യർ, രാജ കേശവദാസ്, PGN ഉണ്ണിത്താൻ. അപ്പൊ ദിവാനായിരുന്ന ഏത് ദിവാനെതിരെയാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. 1946 എന്ന കാര്യം കൂടെ ഓർക്കുക. ആർക്കെതിരെയായിരിക്കും? ഓപ്ഷൻ ബി ആണ് വരുന്നത്. CP രാമസ്വാമി അയ്യർക്കെതിരെയാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് എന്ന് ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് വാസ് ദ ഫേമസ് സ്ലോഗൻ അസോസിയേറ്റഡ് വിത്ത് ദ പുന്നപ്ര വയലാർ റിവോൾട്ട്? പുന്നപ്ര വയലാർ റിവോൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫേമസ് സ്ലോഗൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഡു ഓർ ഡൈ, ഓപ്ഷൻ ബി ഇൻകുലാബ് സിന്ദാബാദ്, ഓപ്ഷൻ സി അമേരിക്കൻ മോഡൽ ഇൻ ദ അറേബ്യൻ സീ, ഓപ്ഷൻ ഡി ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്. ഇതിലെ ഏതാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പൊ ഓർക്കുക, ട്രാവൻകൂറിൽ എന്ത് ചെയ്തു? അമേരിക്കൻ മോഡൽ ഭരണം കൊണ്ടുവന്നു. അപ്പൊ ഇതിൽ അതൃപ്തി തോന്നിയ ജനങ്ങള് ഇതിനെതിരായിട്ട് നടത്തിയ ഒരു പ്രക്ഷോഭമാണ് ഇത് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഭരണപരിഷ്കാരം കൊണ്ടുവന്ന ദിവാൻ ആരാണ്? നമ്മൾ കണ്ടു, CP രാമസ്വാമി അയ്യറാണ്. അപ്പൊ ഇതിനെതിരെ നടന്ന മുദ്രാവാക്യം കൂടെ ഓർത്തു വെച്ചോളുക. അമേരിക്കൻ മോഡൽ ഇൻ ദ അറേബ്യൻ സീ. ഓർക്കുക കേട്ടോ. അറേബ്യൻ മോഡൽ ഇൻ ദ അറേബ്യൻ സീ എന്നതായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം. അതായത് അറേബ്യൻ മോഡൽ അറബിക്കടലിൽ എന്നതാണ് കേട്ടോ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതായിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓർക്കുക, അമേരിക്കൻ മോഡൽ ഇൻ ദ അറേബ്യൻ സീ എന്നതായിരുന്നു ഇതിന്റെ പ്രശസ്തമായ സ്ലോഗൻ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1946 എന്ന് ഓർത്തിരിക്കുക. ആർക്കെതിരെയാണ് നടന്നത്? ട്രാവൻകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർക്കെതിരെയായിരുന്നു. ഇതിന്റെ പ്രശസ്തമായ സ്ലോഗൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അമേരിക്കൻ മോഡൽ ഇൻ ദ അറേബ്യൻ സീ എന്നതായിരുന്നു കേട്ടോ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതായിരുന്നു ഇതിന്റെ സ്ലോഗൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പുന്നപ്ര വയലാർ റിവോൾട്ടിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു 1946 ഇത് നടക്കുന്നത്. നമ്മുടെ പുന്നപ്ര വയലാർ റിവോൾട്ട് നടക്കുന്നത്. ദ റിവോൾട്ട് അഗെയിൻസ്റ്റ് സർ CP രാമസ്വാമി അയ്യർ for attempting to implement the American model of government in Travancore. നമ്മുടെ CP രാമസ്വാമി അയ്യർ എന്ന ദിവാൻ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പാക്കാൻ ശ്രമിച്ചു. അതിനെതിരായി നടന്നതാണ് ഇത് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്.
പുന്നപ്ര വയലാർ റിവോൾട്ട് 1946 ഒക്ടോബർ 24 to 27. ഡേറ്റും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളുക. ദ ഡിസ്ട്രിക്ട് വേർ ദ പ്ലേസ് പുന്നപ്ര ആൻഡ് വയലാർ ആർ ലൊക്കേറ്റഡ്. എവിടെയായിരുന്നു? ആലപ്പുഴയിലാണ് അല്ലേ? എവിടെയാണ്? ആലപ്പുഴയിലാണ്. അതുപോലെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ് എന്ന കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. VS ആണ് പുന്നപ്ര വയലാർ സമരത്തില് പങ്കെടുത്തിട്ടുള്ള മുൻ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ദ പേഴ്സൺ ഹു അനൗൺസ് ദ അമേരിക്കൻ മോഡൽ ഓഫ് ഗവൺമെന്റ് ഇൻ ട്രാവൻകൂർ. നമ്മൾ പറഞ്ഞു അമേരിക്കൻ മോഡൽ ഭരണം കൊണ്ടുവന്നത് ആരാണ്? CP രാമസ്വാമി അയ്യറാണ്. ദ റിവോൾട്ട് നോൺ ആസ് തുലാംപത്ത് സമരം. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. റിവോൾട്ട് ഓഫ് ദ 10th of തുലാം. അപ്പൊ ഓർക്കുക, തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നതോ ഏതാണ്? നമ്മുടെ പുന്നപ്ര വയലാർ റിവോൾട്ട് ആണ് എന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? വർഷം ഓർത്തിരിക്കുക, ആർക്കെതിരെയാണെന്ന് ഓർക്കുക, സ്ലോഗൻ ഓർത്ത് വെക്കുക, അതുപോലെ തന്നെ മറ്റു പേര് ഓർത്ത് വെക്കുക, ഇതിൽ പങ്കെടുത്ത മുൻ മുഖ്യമന്ത്രി ആരാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who served as the volunteer captain of the Satyagraha and was later a prominent communist leader? അപ്പൊ ആരാണ്? നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. P. കൃഷ്ണപിള്ളൈ, K. കേളപ്പൻ, AK ഗോപാലൻ, സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അപ്പൊ ആരാണ് വോളണ്ടിയർ ക്യാപ്റ്റൻ? ഓർത്തിരിക്കുക, നമ്മുടെ AKG ആണ് കേട്ടോ. AK ഗോപാലനാണ് വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് അറിയപ്പെടുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG ആയിരുന്നു. AK ഗോപാലനാണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ചൊന്ന് നോക്കാം. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഏതൊക്കെ? ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ് പഠിച്ചു വെക്കുക. എന്നാണ്? November 1st 1931 എന്ന് ഓർക്കുക കേട്ടോ. November 1 1931 ഇത് നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. നമുക്കറിയാം എവിടെയാണ് നടന്നത്? ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് നടന്നത് അല്ലെ. ഓർഗനൈസ്ഡ് ബൈ ആരാണ്? KPCC ആണെന്ന് ഓർക്കുക കേട്ടോ. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തത്. അതുപോലെ ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കും എന്ത് നൽകുക? ക്ഷേത്രപ്രവേശനം നൽകുക. ടെമ്പിൾ എൻട്രി ഫോർ ഓൾ ഹിന്ദുസ് റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ്. നമ്മുടെ ജാതി അടിസ്ഥാനമാക്കാതെ എല്ലാവർക്കും എന്ത് ചെയ്യാം? എല്ലാ ഹിന്ദുക്കൾക്കും നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനം നൽകുക, അനുവദിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് നോക്കിയേ, പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൂടെ ഒന്ന് പഠിച്ചു വെച്ചുകൊള്ളുക. കേളപ്പൻ. കേളപ്പൻ ദ മെയിൻ ലീഡർ കോൾഡ് കേരള ഗാന്ധി. നമുക്കറിയാം അല്ലെ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേളപ്പനാണ് അല്ലെ. അപ്പോ ദ മെയിൻ ലീഡർ ഹി അണ്ടർടുക്ക് ആൻ ഇൻഡിഫിനിറ്റ് ഫാസ്റ്റ് പ്രൊട്ടസ്റ്റ് ദ ടെമ്പിൾ അതോറിറ്റീസ് റിഫ്യൂസൽ. അപ്പൊ ഓർക്കുക, ആരാണ്? ആദ്യത്തെ ആള് കേളപ്പനാണ്. അടുത്താണ് AK ഗോപാലൻ, AKG. നമ്മൾ പറഞ്ഞു ദ വോളണ്ടിയർ ക്യാപ്റ്റൻ. ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. AK ഗോപാലനാണെന്ന് ഓർക്കുക. അടുത്ത ആളാണ് P. കൃഷ്ണപിള്ളൈ. P. കൃഷ്ണപിള്ളൈ എ പ്രോമിനന്റ് ലീഡർ ഹു ഫേമസ്ലി റാൻ ദ ടെമ്പിൾ ബെൽ ഡിഫൈനിങ് ദ ബാൻ. അപ്പോ അതുപോലെ തന്നെ മറ്റൊരാളാണ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് കേട്ടോ. അതും ഓർത്തിരിക്കുക. ദ ഫസ്റ്റ് പേഴ്സൺ ടു ബി അറസ്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് ദ സത്യാഗ്രഹ. ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത് ആരെയാണ്? നമ്മുടെ സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെയാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ചിട്ടും ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് ഏതാണ്? അതിന്റെ ഇയർ ഓർത്തിരിക്കുക, പ്രധാന നേതാക്കന്മാരെ ഓർത്തിരിക്കുക, അതിന്റെ കാരണം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇത്തരം ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. നമ്മൾ 10 മാർക്കുള്ളൂ. അത് നമുക്കറിയാലോ, 10 മാർക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അപ്പോൾ GKയിൽ നിന്നും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 3 month ആൻഡ് 6 month ന്യൂ ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ റിസൾട്ട് ഉറപ്പിക്കുക കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ പറഞ്ഞ മേളിൽ കാണുന്ന നമ്പറായ 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഇതുപോലെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം.
താങ്ക് യു. Download now. CC Learning app.